ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരി കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ മാങ്ങ, പച്ചമുളക്, ജീരകം, തേങ്ങ. അപ്പോൾ നമുക്ക് ഇത് ആദ്യം അരച്ചെടുക്കണം. പിന്നെ തൈര്, പുളിയുള്ള മോരാണെങ്കിൽ അത് ഉപയോഗിച്ചത്. എൻ്റെ ഇപ്പോൾ തൈരായതുകൊണ്ട് ഞാൻ തൈരാണ് ഉപയോഗിക്കുന്നത്. ഇത് അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചെടുക്കും വേണം, ഇതൊന്ന് ക്ലീൻ ചെയ്യും വേണം. ഈ തോല് കളഞ്ഞിട്ടാണ് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുക. നമ്മളിത് വൃത്തിയാക്കിയിട്ടുണ്ട്. ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഗ്യാസ് കത്തിച്ചു. ഇത് പുളിമാങ്ങയാണ് നന്നാവുക ഏറ്റവും കൂടുതൽ. ഈ മറ്റേതാണ് വേറെ വല്ല മാങ്ങയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യാനുസരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്, ഞാൻ അതൊന്ന് നന്നായിട്ട് വേവിക്കട്ടെ. നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് വേകുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. നാളികേരവും പച്ചമുളകും ജീരകവും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് മാങ്ങ നന്നായിട്ട് തിളച്ചതായിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി വേവാണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇളക്കിയിരുന്നു. അപ്പോൾ ഒന്നും കൂടി മാങ്ങയ്ക്ക് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ ഒന്നും കൂടി വേവട്ടെ. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ സാധനങ്ങൾ കേട്ടോ. നമ്മൾ വറവിടാനുള്ള കടുക്, മുളക്, കറിവേപ്പില. പിന്നെ മാമ്പഴ പുളിശ്ശേരിക്ക് എപ്പോഴും ഒരു മധുരം മുന്തി നിൽക്കണം. അപ്പോൾ നമ്മൾ അതിലൊരു കഷ്ണം വെല്ലം, ഇത്ര തന്നെ വേണ്ട, ഞാൻ ഇതിനെ കുറച്ചേ എടുക്കുള്ളൂ. മധുരം അനുസരണം ചിലവർക്ക് മധുരം അത്ര ഇഷ്ടം ഉണ്ടാവില്ല. എന്നാലും മാമ്പഴ പുളിശ്ശേരി പറയുമ്പോൾ മധുരം വേണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. മാങ്ങ അത്യാവശ്യം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ തൈര് ഒഴിക്കാം. തൈരിന് പകരം നമുക്ക് ഇതിൽ മോരാണ് ഏറ്റവും നല്ലത്. എൻ്റെ മോരില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൈര് ഒഴിക്കണത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇരുന്നിട്ട് ഒന്നും കൂടി തിളയ്ക്കണം. ഈ പുളിയൊക്കെ അതിലേക്ക് നന്നായിട്ട്, മാങ്ങ ഓൾറെഡി ഞാൻ പുളിമാങ്ങ എടുത്തിരിക്കണേ, എന്നാലും ഈ മോരിൻ്റെ ഒരു ഇത് അതിലൊന്ന് പിടിക്കണം. അതുവരെ ഒന്ന് ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി തിളപ്പിക്കാം. അപ്പോൾ ഇത് തൈര് ഒഴിച്ച് നന്നായി തിളച്ചു. ഇനി നമുക്കിതിലേക്ക് അരവ് വരാം. നാളികേരവും പച്ചമുളകും ജീരകവും കൂടി അരച്ചിട്ടുള്ള അരവാണ്. ഇതൊന്ന് കുറുകണം. നമുക്ക് ഇപ്പം തന്നെ ഒരു ശർക്കര പൊട്ടിടും. ഞാൻ എത്ര പോകുന്നൊരു കഷ്ണം എടുത്തുന്നത്, അപ്പോൾ അതും കൂടി ഇടാം. ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്കൊന്ന് അതിലേക്കുള്ള വറവിടാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഓയിൽ യൂസ് ചെയ്യണത്. ശരിക്കും ഇത് വെളിച്ചെണ്ണയിലാണ് ഒന്നും കൂടി നന്നാവുക. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചോളൂ. അതിലേക്ക് കടുകിടാം. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇടുക. അപ്പോൾ അത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഈ വറവ് ഇതിലേക്ക് ഇടാം. എൻ്റെ മൺചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ഇത് തിളച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ഒരു മുഴുങ്ങനായിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടി ഉണ്ട്, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇനി നമുക്ക് ഒന്നുമില്ല, നന്നായിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതൊന്നും മാറ്റുന്നില്ല, ചട്ടിയിൽ തന്നെ ഇരുന്നോട്ട് വെച്ചിട്ടാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. കുറച്ച് നേരം ആ ചൂടിലിരുന്ന് ഒന്നും കൂടി ശരിക്കും ഇത് ആറിക്കഴിഞ്ഞാലാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു ഐറ്റവുമായി വീണ്ടും വരാം. താങ്ക് യു.